ഹായ് ഫ്രണ്ട്സ്, ക്രേസി ഹാംസ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് GL950A എന്ന മോഡലിലുള്ള BenQ കമ്പനിയുടെ 2 മോണിറ്റർ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അത് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഈ 2 മോണിറ്ററും ഒരേ മോഡലായതുകൊണ്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ് നമുക്ക് നോക്കാം. അതുകൂടാതെ ഇതിൻ്റെ കമ്പോണൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നിൻ്റെ ഡിസ്പ്ലേ നല്ല വൈറ്റ് കളറിലാണ്, മറ്റതിനകത്ത് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, പക്ഷേ സിഗ്നലിൻ്റെ BenQ എന്നൊക്കെ തെളിയുന്നുണ്ട്. മറ്റൊന്നിൽ സിഗ്നലൊന്നും കാണുന്നില്ല, നല്ല വൈറ്റ് സ്ക്രീൻ മാത്രം. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കാനായിട്ട് ഷാർപ്പായ ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള എന്തെങ്കിലും ഒരു ടൂൾസ് ഇതിനിടയിലൂടെ ഇങ്ങനെ പതുക്കെ ഞെക്കി വിടർത്തിയെടുക്കുക. 4 പാടും വിടർത്തിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് പാർട്ട് അകത്തി മാറ്റാവുള്ളൂ. കാരണം അതിൽ സർക്യൂട്ടിൻ്റെ പാർട്സൊക്കെ ഉണ്ട്. ഇത് ചെയ്യുന്നതിനായിട്ട് വളരെ സൂക്ഷിക്കണം. ഷാർപ്പ് ടൂൾസാണ്, എവിടെയെങ്കിലും മുട്ടിയാൽ മുറിയുമല്ലോ. പിന്നെ ഇതിന് താഴെയുള്ള സ്റ്റാൻഡ് പതുക്കെ അഴിച്ചു മാറ്റുക. സ്റ്റാൻഡ് അഴിക്കുന്നതിനായി സ്റ്റാൻഡിനുള്ളിൽ 3 സ്ക്രൂ ഉണ്ട്, അത് അഴിക്കുക. അതിനുശേഷം അവിടെ ഒരു പ്രസ് ലോക്കുണ്ട്. ആ പ്രസ് ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം താഴെയുള്ള ഭാഗം പുറത്തേക്ക് വലിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉൾവശം കാണാനാവും. ഉൾവശത്തുള്ള ഭാഗങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കമ്പോണൻസുകൾ ആർക്കടിച്ചതോ മറ്റതോ ഉണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ ഡിസ്പ്ലേയുടെ ഫ്രണ്ട് പാനൽ നമുക്ക് ഒന്ന് അഴിച്ച് നോക്കാം. ഇപ്പോൾ ഈ ബോർഡിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ഫാൾട്ടും കാണുന്നില്ല. ഡിസ്പ്ലേയുടെ ഫ്രണ്ട് പാനലിലുള്ള PCB ഒരു ലെൻസ് ഉപയോഗിച്ച് സൂക്ഷ്മമായിട്ട് നോക്കുക. ഏതെങ്കിലും കമ്പോണൻസ് പൊട്ടിപ്പോയതോ കരിഞ്ഞതോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാം. ഞാനിത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. കമ്പോണൻസുകളൊന്നും പോയതായിട്ട് തോന്നുന്നില്ല. കുറച്ച് വെള്ളം കയറിയ പോലെ തോന്നുന്നുണ്ട്. 2 ഡിസ്പ്ലേയും ഇതേപോലെ അഴിച്ചു നോക്കി. അതിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇനി ഈ ഭാഗത്തെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനായി ആദ്യം ഞാൻ ഉപയോഗിച്ചത് പെട്രോൾ ഉപയോഗിച്ച് ഈ ബോർഡിനെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക, അതിലിരിക്കുന്ന ചെറിയ പാർട്സ് ഒന്നും തെറിച്ച് പോകരുത്. പെട്രോൾ ഉണങ്ങിയതിന് ശേഷം ഒരു ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ചോ മറ്റോ അതിനൊന്ന് ചൂടായി കൊടുക്കുക. അതിനിടയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പറന്നു പോയിക്കോളും. അതിന് ശേഷം വേറെ ഒന്നും ചെയ്യാനില്ല. വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി നമുക്കിതിനെ റീഫിറ്റ് ചെയ്യാം. റീഫിറ്റ് ചെയ്തിട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതുപോലെ 2 മോണിറ്ററും അഴിച്ചു നോക്കി, പക്ഷേ ഈ സംഗതി വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. 2 മോണിറ്ററിൻ്റെയും ഡിസ്പ്ലേ പരസ്പരം മാറ്റി വെച്ചും പരീക്ഷിച്ചു, പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ പണി വേസ്റ്റായി. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.